നയപ്രഖ്യാപനത്തിന് ഗവർണർ നിയമസഭയിലെത്തിയപ്പോൾ ചട്ടലംഘനമുണ്ടായി എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണറെ അനുഗമിച്ച് പോലീസ് മേധാവി സഭാതലത്തിൽ പ്രവേശിച്ചത് നടപടിക്രമങ്ങളുടെ ലംഘനം എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാകാം എന്നും നടപടി വിവാദമാക്കാനില്ല എന്നുമാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, പതിവില്ലാത്ത ഒരു കാര്യമാണത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷം എത്രത്തോളം ഗൗരവത്തിലാണ് ആ വിഷയത്തെ കാണുന്നത്? ഇപ്പോൾ സ്പീക്കറുടെ ഒരു നിലപാട് കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അനുജ, നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എത്തുമ്പോൾ സഭാ കവാടത്തിൽ നിന്ന് അദ്ദേഹത്തെ ആനയിച്ച് സഭാതലത്തിലേക്ക് കൊണ്ടുപോകുന്നത് മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രി ഉണ്ടെങ്കിൽ പാർലമെന്ററി കാര്യമന്ത്രിയും നിയമസഭാ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ചേർന്നാണ്. എന്നാൽ ആ ഘട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം സഭാതലത്തിലേക്ക് പ്രവേശിക്കുക പതിവില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരള നിയമസഭയുടെ ചരിത്രത്തിലില്ല. എന്നാൽ ഇത്തവണ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രിയും മറ്റും എത്തിയപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും സഭാതലത്തിലേക്ക് പ്രവേശിച്ചതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. സഭാതലത്തിൽ പ്രവേശിക്കുന്നത് ഉചിതമല്ല എന്ന കാര്യം നിയമസഭാ ഉദ്യോഗസ്ഥർ സംസ്ഥാന പോലീസ് മേധാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം അകത്തേക്ക് കടക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും യൂണിഫോമിലല്ലായിരുന്നു, മഫ്തിയിലായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ഉണ്ടായിരുന്നത്. അദ്ദേഹം സഭാതലത്തിലേക്ക് കടന്ന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും മറ്റുമൊക്കെ ചെയ്തു. ഇത് ഗുരുതരമായ നടപടിക്രമങ്ങളുടെ ലംഘനമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മുൻ MLA-മാർക്ക് പോലും സഭാതലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കർശനമായി വിലക്കുണ്ട്. സഭയിൽ പ്രവേശിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ സഭാതലത്തിലേക്ക് സഭ നടക്കുന്ന കാലയളവിൽ പ്രവേശിക്കാൻ കഴിയൂ എന്നതാണ് ചട്ടം. ആ ചട്ടം ലംഘിച്ചതിനെ അതീവ ഗുരുതരമായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിനകം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ്, നടപടിക്രമങ്ങളുടെ ലംഘനമാണ് നടന്നത്. വേണമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി ശാസിക്കുകയോ താക്കീത് നൽകുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ പുതിയ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിനെ അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാകാം, വിവാദമാക്കാനില്ല, ഒരു വലിയ അറിവില്ലായ്മ കൊണ്ടോ മറ്റോ സംഭവിച്ചതാകാം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തായാലും കടുത്ത നടപടിയിലേക്കൊന്നും പോകുന്നില്ല എന്നാണ് സ്പീക്കറുടെ ആദ്യ പ്രതികരണത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ പ്രതിപക്ഷം ഇന്ന് എങ്ങനെയാണ് നോക്കിക്കാണാൻ പോകുന്നത്? പ്രതിപക്ഷം പ്രതിപക്ഷം ഏത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കും? സ്പീക്കർ ഇങ്ങനെ ഒരു തണുത്ത സമീപനമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്നൊക്കെയുള്ളത് നിർണായകമാകും. അതിനിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.